ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും സംശയമാണ്. ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് എല്ലാവർക്കും സംശയമാണ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കാശ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഇന്നത്തെ എന്റെ വീഡിയോ ആണ്. അപ്പോ ഞാൻ വീഡിയോ പറയുന്നതിന് മുമ്പ് പിന്നെ ചിലർക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ എങ്ങനെയാ ഞങ്ങൾക്ക് അത് കിട്ടാൻ വഴിയുണ്ടോ, എന്നിട്ട് കുറെ പേര് അവരവരുടെ പ്രൊഫൈൽ എന്നെ ചെക്ക് ചെയ്യാൻ പറയുന്നത് ഇതിന് കാശ് കിട്ടുമോ, മോണിറ്റൈസേഷൻ ഓൺ ആണോ എല്ലാം എന്നോട് ചോദിക്കുന്ന. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ നമ്മള് ഫേസ്ബുക്കിൽ എനിക്ക് കാശ് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആദ്യ കാലത്തൊക്കെ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഇതിപ്പോ ഞാൻ ഏകദേശം ഒരു കണ്ടിന്യൂസ് ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴൊക്കെയാണ് എനിക്ക് ഇങ്ങനെ ഞാനിങ്ങനെ പോപ്പപ്പായി വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ കുറെ റൂൾസുകളും ഫേസ്ബുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് എപ്പോഴും ഒരു മടിയായിരിക്കും വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല കണ്ടന്റ് കിട്ടാനും ഒക്കെ ഭയങ്കര മടി. ചിലർ വിചാരിക്കും ഓ വീഡിയോ ഇട്ട് അവർ കാശ് കിട്ടുന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ വീഡിയോ ചെയ്യാനും എല്ലാം നമുക്ക് ഓരോരോ കണ്ടന്റ് ഇപ്പൊ കുറെ കൂടെ സെക്യൂർ ആയിട്ടുണ്ട് ഫേസ്ബുക്ക്. മറ്റുള്ളവരുടെ കണ്ടന്റ് കോപ്പി അടിക്കാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്, നമ്മളിപ്പോ ഒരു ഫേസ്ബുക്ക് ആദ്യമേ തന്നെ നമ്മുടെ പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്തിടുക. അപ്പൊ നമ്മൾ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഫോളോവർ ലിസ്റ്റിലോട്ട് മാറും. ഇപ്പൊ നമ്മൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ തുടങ്ങും. 10K ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഓൺ ആവുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുടുംബക്കാർ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമ്മളിപ്പോ ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടാല്, റീൽ ഇട്ടാല്, പോസ്റ്റ് ഷെയർ ചെയ്താലും അവർ പലപ്പോഴും അത് കാണാത്ത പോലെ നടിക്കും. വേറൊന്നും കൊണ്ടല്ല, അവർ കണ്ടിട്ട് നമുക്ക് കാശ് കിട്ടരുത് എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. പക്ഷേ നമ്മൾ അതിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം നമ്മൾ വലിയ ക്രിയേറ്റേഴ്സ് ആവുന്നത് എല്ലാ ക്രിയേറ്റേഴ്സ്, അതായത് വലിയ വലിയ ആൾക്കാർ, ഈ യൂട്യൂബേഴ്സ് എല്ലാം ഇതൊക്കെ കടന്നു പോയവരാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിൽ വിഷമിക്കേണ്ട. ഇപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സ്ട്രേഞ്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും. പിന്നെ കുടുംബക്കാർ ഷെയർ ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫോളോവേഴ്സ് ഷെയർ ചെയ്യും. അങ്ങനെ നമുക്ക് റീച്ച് കൂടാനും നമ്മുടെ കൺസിസ്റ്റൻസി നമ്മളെ മുമ്പോട്ട് പോകാനും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് പോസ്റ്റ് ഇട്ടിട്ടിരിക്കുക. നമ്മൾ ഒരിക്കലും പോസ്റ്റിൽ റീച്ച് കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ കണ്ടന്റ് വേറെ നമ്മുടേതായിട്ടുള്ള സ്വന്തം കണ്ടന്റുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിന് റീച്ച് കൂടും. നമ്മൾ ഒരിക്കലും റീച്ച് കൂടാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ്, ഞാൻ ആദ്യമൊക്കെ നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നാൽ ഡിലീറ്റ് ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നപ്പോ എനിക്ക് അതിലും എന്തോ കാര്യങ്ങളുണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതൊന്നും ചെയ്യാറില്ല. നെഗറ്റീവ് വന്നാൽ അവിടെ കിടക്കും. പിന്നെ എനിക്ക് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല മാന്യമായ രീതിയിൽ നെഗറ്റീവ്സിന് പ്രതികരിച്ചൊക്കെ തുടങ്ങി. അപ്പം ഒരുപാട് പേർക്ക് അവര് വന്ന് തന്നെ സോറി പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് വിഷമിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം നമുക്ക് കാശ് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചെയ്യരുത്. പിന്നെ എനിക്ക് നല്ല ഒരു എമൗണ്ട് തന്നെ, നല്ലൊരു വരുമാനം എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ഇവിടെ ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 22 എനിക്ക് എന്റെ അക്കൗണ്ടിൽ പെയ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ നെക്സ്റ്റ് പേ ഔട്ട് എന്താണ് എസ്റ്റിമേറ്റഡ്, അതെല്ലാം ഞാൻ ഇവിടെ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ കൊടുക്കാം. ഇതൊക്കെ വിശ്വസിക്കാൻ അതായത് ഒരുപാട് പേര് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കാശ് കിട്ടുന്നോ, കാശ് കിട്ടുന്നു. പിന്നെ എന്നെ അറിയാവുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാശ് കിട്ടുന്നുണ്ടോ. സത്യം, ഉറപ്പായിട്ടും നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ ഒരു നല്ലൊരു വഴി തന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിവുള്ളവര് നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ടിട്ടിട്ടിട്ട് നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടരുത്. പെട്ടെന്നൊന്നും ഒരിക്കലും ഒരു ഉയർച്ചയിൽ നമുക്ക് എത്താൻ പറ്റില്ല. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാൽ നമുക്ക് വലിയ സന്തോഷം കാണാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ച എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ.